നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നുണ്ടോ? സഭയുടെ ഐക്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിർബന്ധത്തിന് വഴങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ധാരാളം പേരുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടാവും. ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതോ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതോ അതാണ് പ്രധാനപ്പെട്ടത്. നമുക്കൊക്കെ എന്തെളുപ്പ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ എടുത്ത് നോക്കാം. വൈദികരോടുള്ള ബഹുമാനം വിശ്വാസ സമൂഹത്തിന് വളരെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കാം. അശോകചക്രത്തിൻ്റെ 3 മുഖങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ അഭേദ്യമായ ബന്ധമുള്ള 3 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാന, പൗരോഹിത്യം, തിരുസഭ. ഈ 3 കാര്യങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിച്ച് വചന വെളിച്ചത്തിലും സഭ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും വിശുദ്ധരുടെ മൊഴികൾ വെച്ചും ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. നമ്മളിൽ പലരും എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലെങ്കിലും ഒരു ഭൂരിഭാഗം പേരും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വിശുദ്ധ കുർബാന അത് മനസ്സിലാക്കി വിശുദ്ധ ബലി അർപ്പിച്ചാൽ അതിനേക്കാൾ വലുതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ്, അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാനയാണ്. അതിനപ്പുറമുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടുന്നതല്ല. അതിനപ്പുറമുള്ള ഏക കാര്യം ഈ വിശുദ്ധൻ പറയുന്നത് സ്വർഗം. സ്വർഗം മാത്രമേ ഉള്ളൂ വിശുദ്ധ കുർബാനയേക്കാൾ വലുതായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശുദ്ധ ബലി അർപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഭൂരിഭാഗം പേരും വിശുദ്ധ ബലി അർപ്പിക്കുന്നത് പോലെ നമുക്ക് അർപ്പിക്കാൻ പറ്റില്ല. നിർബന്ധത്തിന് വഴങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ധാരാളം പേരുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അയോഗ്യതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർ. ഇതൊന്നും നമുക്ക് സാധിക്കില്ല ശരിക്കും വിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാനയാണ്. അതിനപ്പുറമുള്ളത് സ്വർഗം മാത്രമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നെങ്കിൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1210 വായിച്ചാൽ പാരഗ്രാഫിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: മറ്റു കൂദാശകൾ നമുക്ക് കൃപ നൽകുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് കൃപയുടെ ദാതാവിനെ തരുന്നു. ഗിവർ ഓഫ് ഗ്രേസ്, അതാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ തന്നെ നമുക്ക് ലഭിക്കുന്നു വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത് രണ്ടും, വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും, യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയ സ്നേഹമാണ്. ദ ലവ് ഓഫ് ദ ഡിവൈൻ ഹാർട്ട് ഓഫ് ജീസസ്. അതാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ, അതാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് AD 700 സംഭവിച്ച ലാൻസിയാനോ സംഭവം കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു കാര്യം, കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഇവിടെയൊക്കെ കുട്ടികൾ എന്ത് എളുപ്പത്തിലാണ് ഗൂഗിൾ ചെയ്ത് പല കാര്യങ്ങളും പഠിക്കുക. പല കാര്യങ്ങളും നല്ലതും ചീത്തയും പഠിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും. എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി.
ലാൻസിയാനോ സംഭവം AD 700 യൂക്കറിസ്റ്റിക് മിറക്കിൾ. ഒരു സന്യാസ വൈദികൻ ബലിയർപ്പിക്കാറ്. ഈ വൈദികന് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ വൈദികൻ ബലിയർപ്പിക്കാൻ കാരണം ജനങ്ങൾക്ക് വേണ്ടി. കുർബാനയ്ക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ. വിശുദ്ധ കുർബാനയിൽ വേണ്ടത്ര വിശ്വാസമില്ലാതെ ബലിയർപ്പിച്ച ഒരു സന്യാസ വൈദികൻ അന്ന് കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന ജനങ്ങളെ അഭിമുഖീകരിച്ചുള്ളത് ആയിരുന്നില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതോ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതോ അതാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ സന്യാസ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് തക്കതായ ഒരുക്കം ബലിയർപ്പണത്തിലില്ലായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചു. എന്നിട്ടും ആ ബലിയിൽ ഒരുപക്ഷെ ആ വൈദികനെയും ഒരുപക്ഷെ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. കൂദാശവചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം ഈ വൈദികൻ പീലാസയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഓസ്തിയല്ല, ഒരു മാംസക്കഷ്ണം. ഈ വൈദികന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം കാസയിലേക്ക് നോക്കി. അതിൽ കാണുന്നത് നമ്മളിന്ന് കാണുന്നത് പോലത്തെ വീഞ്ഞല്ല, അദ്ദേഹം കാണുന്നത് ചുടുചോര. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടതേ ഈ സന്യാസ വൈദികന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം വിതമ്പിക്കൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവിശ്വാസം പരിഹരിക്കാൻ നീ ചെയ്ത അത്ഭുതം. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവിടെ ആ ദേവാലയത്തിൽ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് കേട്ട് ജനമെല്ലാം, വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരുന്ന ജനമെല്ലാം പരിഭ്രാന്തരായി. ഈ വൈദികൻ ജനങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം, മക്കളെ, വരിക, വന്ന് കാണുക, ദൈവം നമുക്കായി ചെയ്തിരിക്കുന്നത് എത്ര വലിയ അത്ഭുതമാണ്. ഈ പാപിയായ എൻ്റെ അവിശ്വാസം പരിഹരിക്കാൻ ദൈവം ചെയ്ത അത്ഭുതം നിങ്ങളും വന്ന് കാണുക. ആൾക്കാരെല്ലാം ഓടി വന്നു. അൾത്താരയുടെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ പീലാസയ്ക്കകത്തൊരു മാംസക്കഷ്ണം, കാസയ്ക്കകത്ത് ചുടിച്ചോര. ആലയത്തിലുണ്ടായിരുന്ന എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി. ചിലര് മുട്ടുകുത്തി, ചിലര് നിലത്ത് കമിഴ്ന്ന് വീണ്, ദൈവമേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മാംസക്കഷ്ണവും ഈ രക്തവും പിന്നീട് പല ടെസ്റ്റിന് വിധേയപ്പെടുത്തി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് വലിയ ശാസ്ത്രജ്ഞന്മാര്, ഡോക്ടർമാര് അവരെല്ലാം കൂടെ ചേർന്ന് ഇവ ടെസ്റ്റിന് വിധേയപ്പെടുത്തി. അതിനകത്ത് പുറത്തു വന്ന ചില കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും നിന്ന് കുർബാന കണ്ടിട്ട് പോയേക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കാർക്കും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും പോയാൽ മതി, യോഗ്യതയുണ്ടേലും ഇല്ലേലും കുർബാന നടന്നോളും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കാർക്കും കുർബാനയ്ക്ക് പോയിട്ട് കുർബാന സ്വീകരണം നടത്താതെ കുർബാന കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ ടെസ്റ്റിൽ പുറത്തു വന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കാര്യങ്ങളിൽ പ്രബുദ്ധരായിട്ട് മാറണം. അതല്ലെങ്കിൽ ഇനിയും നമ്മൾ കുർബാന കാണുന്നവരായിട്ട് ഒതുങ്ങിപ്പോകും. ഇനിയും നമ്മൾ കടമയ്ക്ക് വേണ്ടി, കടമ നിറവേറ്റാൻ വേണ്ടി ആലയത്തിൽ പോയവരുടെ ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകും. അത് സംഭവിക്കരുത്. അന്നത്തെ ടെസ്റ്റിൽ അതിൻ്റെ ഭാഗമായിട്ടിരുന്ന ഡോക്ടർമാര്, ശാസ്ത്രജ്ഞന്മാര് പലരും വിശ്വാസം സ്വീകരിച്ചു. അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. ഇനി അവര് ലോകത്തെ പഠിപ്പിച്ചൊരു കാര്യം ഡോക്ടർമാർ പറഞ്ഞു എന്താണെന്നറിയോ? ആ മാംസം അവർ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് ഇതൊരു പുരുഷന്റെ ഹൃദയഭാഗമാണ്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശു തൻ്റെ
ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് മുറിച്ചു തരികയാണ്. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു കഷണം ഹൃദയത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നല്ല. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു കഷണം ഒരു ഹൃദയത്തിൽ നിന്ന് മുറിച്ചെടുക്കുക അസാധ്യം. അസാധ്യം എന്ന് പറഞ്ഞാൽ ഓരോ ബലി നടക്കുമ്പോഴും അതിനകത്ത് 10 പേരെ കൂടുന്നുള്ളെങ്കിലും കുർബാന അർപ്പിക്കുന്ന അച്ഛന് പ്രസംഗിക്കാൻ വലിയ കഴിവൊന്നുമില്ലെങ്കിലും ഓരോ ബലി നടക്കുമ്പോഴും ദൈവം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം യേശു മുറിച്ചു തരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യം. ഞാൻ കണ്ടാലും ദൈവസ്നേഹം എന്ന പുസ്തകം വിശുദ്ധ കുർബാനയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചാണ്. ഇനി അതിനകത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം മദർ തെരേസ പറഞ്ഞൊരു കാര്യമാണ്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളോട് ദൈവത്തിന് അന്നുണ്ടായിരുന്ന സ്നേഹം അറിയണോ? കാൽവരി മലയിലേക്ക് നോക്ക്. നിങ്ങളോട് ദൈവത്തിന് ഇന്നുള്ള സ്നേഹം അറിയണോ? വിശുദ്ധ കുർബാനയിലേക്ക് നോക്ക്. കാൽവരി മലയാഗം നമുക്കറിയാലോ, യേശു കൊടുത്തത് ചെറിയ വിലയൊന്നും അല്ല. അതേ വില കൊടുത്തുകൊണ്ടാണ് ഇന്നൊരു ബലി സാധ്യമാക്കാൻ യേശുവിന് സാധിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് മദർ പറഞ്ഞത് അന്നത്തെ സ്നേഹം കാൽവരി മലയാഗത്തിൽ കുരിശുരൂപത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണും. ഇന്നത്തെ സ്നേഹം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്, എന്ന നാമത്തിലുള്ള വിശുദ്ധ. അവര് ചെയ്തിരുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാന തുടങ്ങിയാൽ അൾത്താരയിൽ നിന്ന് അവർ കണ്ണു പറിക്കത്തില്ല. വിശുദ്ധ കുർബാന തുടങ്ങിയാൽ ആ കുർബാനയിൽ സംഭവിക്കുന്നത് സസൂക്ഷ്മം അവര് അത് കണ്ട് വിശുദ്ധ കുർബാനയിൽ മുഴുകും. പിന്നെ ആകപ്പാടെ അവർ ചെയ്യുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു നിമിഷം കുരിശുരൂപത്തിലേക്ക് നോക്കും. ഒരു നിമിഷം ആൾത്താരയിൽ വെച്ചിരിക്കുന്ന കത്തുന്ന മെഴുകുതിരിയിലേക്ക് നോക്കും. കുരിശുരൂപത്തിലേക്ക് നോക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ വിശുദ്ധ കുർബാനയ്ക്ക് ദൈവം കൊടുക്കുന്ന വിലയറിയാൻ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് കാൽവരി മലയാഗത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന. അന്ന് കർത്താവ് കൊടുത്ത അതേ ബല ഇന്ന് കൊടുത്താലേ ഒരു വിശുദ്ധ കുർബാന സാധ്യമാകുകയുള്ളൂ. നമുക്ക് യേശുവിൻ്റെ ശരീരവും രക്തവും ലഭ്യമാകത്തുള്ളൂ. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കത്തുന്ന മെഴുകുതിരിയിലേക്ക് അവർ നോക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഞാൻ എന്തായി തീരണം എന്നറിയാൻ. നമുക്കൊക്കെ എന്തെളുപ്പ കുർബാനയ്ക്ക് വരാം, കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോകാം. വേറെ വലിയ വില കൊടുക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കൊക്കെ എന്തെളുപ്പ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ എടുത്ത് നോക്കാം, മെസ്സേജ് വിട്ടത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഇടയ്ക്കൊരു മെസ്സേജ് അങ്ങോട്ട് വിടുകയും ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, കുർബാന നടന്നോളും. മാർഗരറ്റ് മേരി അലക്കോക്ക് വിശുദ്ധ കുർബാന തുടങ്ങിയാൽ അൾത്താരയിൽ നിന്ന് കണ്ണു പറിക്കത്തില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് വന്നവരെ നോക്കിയിരിക്കാനോ കുർബാനയ്ക്ക് വന്നു പോകുന്നവരെ നോക്കിയിരിക്കാനോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാവേ മാങ്ങായുണ്ടോ, അതല്ലെങ്കിൽ ആൾക്കാരുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അങ്ങനെയൊക്കെ നോക്കിയിരിക്കാൻ ഒരു കുർബാനയ്ക്കിടയ്ക്ക് നമുക്ക് സാധ്യമല്ല. വിശുദ്ധ കുർബാന എന്താണെന്ന് അറിഞ്ഞാൽ, വിശുദ്ധ കുർബാനയ്ക്ക് ദൈവം കൊടുക്കുന്ന വില നമ്മൾ തിരിച്ചറിയാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ വില കൊടുക്കുന്നവരായി മാറും. ഞാനതുകൊണ്ട് ധ്യാനത്തിലൊക്കെ ഞാൻ ശക്തമായിട്ട് പറയാറുള്ളൊരു കാര്യം, കുർബാനയ്ക്ക് നിങ്ങൾ പോയാൽ 2 കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തരുത്. 2 കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തരുത്. ഒന്ന്, ആ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കുർബാന സ്വീകരണം നടത്തിയിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചിന് വേദനയെടുക്കും ചിലർ കുർബാനയ്ക്ക് പോയിട്ട് കുർബാന സ്വീകരണം നടത്താതെ കുർബാന കഴിയുമ്പോൾ വീട്ടിൽ പോകുന്നത് കാണുമ്പോൾ. കുർബാന എഴുന്നള്ളിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് അച്ഛനിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് പകരം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് ആ സമയമൊന്ന് കടത്തിവിടുന്നത് കാണുമ്പോൾ നെഞ്ചിന് വേദന ഉണ്ടാവും. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരുടെ രണ്ടാമതൊരു കാര്യം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ ഒരു സമർപ്പണം നടത്തുന്നുണ്ടോ, ഒരു സ്തോത്ര കാഴ്ച നടത്തുന്നുണ്ടോ,
അതിൽ പങ്കുചേരണം. നിങ്ങൾ എത്ര ദരിദ്രരാണെന്ന് പറഞ്ഞാലും അതിൽ പങ്കുചേരണം. കാരണം എന്താണെന്നറിയോ? അതുകൂടെ വരുമ്പോഴാണ് ആ കുർബാനയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുക. കാരണം ഞാനും വില കൊടുത്ത് ബലിയർപ്പിക്കണം. നിങ്ങൾ 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കദോണിയക്കാരെ കുറിച്ച് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. മക്കദോണിയക്കാരെ കുറിച്ച് പൗലോസ് അവരെ പ്രശംസിച്ച് സംസാരിച്ച 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സഹനങ്ങളുടെ നടുവിലും നിങ്ങൾ വിശ്വസ്തരായി ജീവിച്ചു. രണ്ടാമത്തെ കാര്യം, ദാരിദ്ര്യത്തിന്റെ നടുവിലും നിങ്ങൾ ഉദാരത കാണിച്ചു. ഐ അപ്രീഷിയേറ്റ് യു എന്നാണ് പൗലോസ് ലീഗ മക്കദോണിയക്കാരെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സമർപ്പണ ഗാനം വരുമ്പോൾ ആ സമർപ്പണത്തിന് മുമ്പ് വൈദികൻ മെയിൻ സെലിബ്രന്റ് പോയി അവിടെ ഇരിക്കും. എന്നിട്ട് ആൾക്കാർ എല്ലാവരുടെയും അടുത്തൂടെ പോകും. എല്ലാവരുടെയും അടുത്തൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്തോത്ര കാഴ്ച എടുക്കാനുള്ളവരോട് എല്ലാവരുടെയും അടുത്തൂടെ പോകണം. എല്ലാവരും കൊടുക്കും. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരൊറ്റയാൾ പോലും ആ സമയത്ത് കൈയും കെട്ടി നിൽക്കില്ല. എല്ലാവരും കൊടുക്കും. അതെല്ലാം കൂടെ സമാഹരിച്ച് ഒരുമിച്ചിട്ടിട്ട് ആ അൾത്താരയുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കും. ആ സമയത്താണ് വൈദികൻ അപ്പവും മീഞ്ഞും ഉയർത്തി, കർത്താവേ, ഇത് ഞങ്ങളുടെ സമർപ്പണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണത്തിൽ പങ്കുചേർന്ന എല്ലാവരുടെയും സമർപ്പണമായിട്ടാണ് ആ വൈദികൻ ഇത് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്. ഇതിന് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇന്ന് നീ നൽകേണ്ടത് നിന്നെ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു രോഗശാന്തിയോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടുന്ന കാര്യമല്ല. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ദൈവത്തെ കിട്ടണം, എനിക്ക് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എൻ്റെ ഭക്ഷണവും എൻ്റെ പാനീയവുമായി മാറണം. ഈ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ബലിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഈ ആഗ്രഹമുള്ളവര് കുർബാന തുടങ്ങിയാൽ മാർഗരറ്റ് മേരി അലക്കോക്കിനെ പോലെ ആൾത്താരയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണുപറിക്കത്തില്ല. നമ്മുടെ ചിന്ത മറ്റൊരു കാര്യത്തിലേക്കും പോകത്തില്ല. കാരണം ഇവിടെ യേശു ബലിയർപ്പിക്കപ്പെടുന്ന ആ സമയമാണ്. അതിൽ പങ്കുചേർന്ന് ഈ യേശുവിൻ്റെ ശരീരം എനിക്കും ഭക്ഷിക്കാൻ, യേശുവിൻ്റെ രക്തം എനിക്ക് പാനം ചെയ്യാൻ, അതിലൂടെ വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റണം. വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങളെക്കുറിച്ച് സഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 1323, 1325 എന്നീ പാരഗ്രാഫ് നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാൽ മതി. ഇനി അവിടെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇത് സ്നേഹത്തിൻ്റെ കൂദാശ. സ്നേഹത്തിൻ്റെ കൂദാശ. സ്നേഹത്തിൽ വളരാനുള്ള ഉദ്ദേശമില്ലാതെ കുർബാന കാണാൻ പോകരുത്. കുർബാന സ്വീകരിക്കരുത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ സ്നേഹത്തിൽ വളരണം. കാരണം ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്, ഐക്യത്തിൻ്റെ അടയാളമാണ്. കുർബാന കഴിഞ്ഞ്, കുർബാന സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടുകാരോട് പോലും ഒരു സ്നേഹമോ ഐക്യമോ ഇല്ലെങ്കിൽ എതിർ സാക്ഷി നമ്മൾ വഹിക്കുക. കാരണം വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ അടയാളമാണ്. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഉപവിയുടെ ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞാൽ, കുർബാന അർപ്പിച്ചവരെന്തെങ്കിലും ഉപവി പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ദിവസവും പോയി കുർബാന കണ്ടു, കുർബാന സ്വീകരിച്ച് തിരിച്ചു പോകുന്നവരാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ല. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് പെസഹ വിരുന്നാണ്. നമുക്കറിയാലോ, നമ്മളൊരു നല്ല വിരുന്ന് ആസ്വദിക്കുമ്പോൾ അവിടെയുള്ളവരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കാറുണ്ട്, അവരുമായിട്ട് നമ്മൾ സ്നേഹം പങ്കുവെക്കാറുണ്ട്. വിശുദ്ധ കുർബാന അതൊരു പെസഹ വിരുന്നാണ്. ആ ഒരു ബോധ്യത്തോടെ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റണം. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ പലരുടെയും മുഖം പാടും. 1 കൊരിന്തോസ് 11-ാം അധ്യായം എന്ന് വായിക്കണം. പൗലോസ് ലീഗ ചിലരുടെ മുഖത്ത് നോക്കി പൗലോസ് ലീഗ ചോദിച്ചൊരു കാര്യം, നീ എന്തിനാ കുർബാനയ്ക്ക് വന്നേ? നീ എന്തിനാ പള്ളിയിലേക്ക് വന്നേ? നിനക്ക് വീട്ടിൽ ഇരുന്ന പോരായിരുന്നോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവര് കുർബാനയ്ക്ക് വന്നവരെ പോലെ പെരുമാറിയില്ല. പണക്കാര് അവരുടേതായ രീതിയിൽ കുർബാനയ്ക്ക് വന്നു.
അവരുടേതായ രീതിയിലുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവര് തന്നെ ഒരുമിച്ചിരുന്ന് അത് ഭക്ഷിച്ചു. എന്നിട്ട് പാപപ്പെട്ട വ്യക്തികളെ അവർക്കൊന്നും കൊണ്ടുവരാനില്ലായിരുന്നു. അവരെ അവഗണിച്ച് അവരെക്കുറിച്ചൊരു ശ്രദ്ധയില്ലാതെ ഇവരൊരുമിച്ചിരുന്ന് ഭക്ഷിച്ചപ്പോൾ പൗലോസ്ലീഹ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാ പള്ളിയിലേക്ക് വന്നത്? വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ ബംഗ്ലാവിലിരുന്ന് ഇത് കഴിക്കാൻ മേലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ പാപങ്ങളെക്കുറിച്ചൊരു ചിന്തയില്ലാത്തവര്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊരു ചിന്തയില്ലാത്തവര്, മറ്റുള്ളവരെക്കുറിച്ച് ആവശ്യങ്ങളിലിരിക്കുന്നവരെ കുറിച്ച് ഒരു ചിന്തയില്ലാത്തവരാണെങ്കിൽ ഇത് തന്നെ കർത്താവ് നമ്മളോട് ചോദിക്കില്ലേ? ഇത് തന്നെ പൗലോസ് നമ്മളോട് ചോദിക്കില്ലേ? അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകണം. ഒന്ന്, ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. രണ്ട്, യേശുക്രിസ്തുവിനോട് ദൃഢമൈത്രിയുള്ളവരായിട്ട് നമ്മൾ മാറണം. മൂന്നാമത്തെ കാര്യം, സഹോദര സ്നേഹത്തിൽ നാം വളരണം. മറ്റൊരു പ്രധാനപ്പെട്ട സൽഫലമായിട്ട് കത്തോലിക്ക സഭ എടുത്തു കാണിച്ചിരിക്കുന്നത് സഭയുടെ നിലനിൽപ്പ് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശ്വാസികളുടെ ഐക്യം സാധ്യമാകേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നുണ്ടോ? സഭയുടെ ഐക്യം ആഗ്രഹിക്കുന്നുണ്ടോ? ബലിയർപ്പിക്ക്, അർപ്പിക്കേണ്ടതുപോലെ ബലിയർപ്പിക്ക്, വില കൊടുത്ത് ബലിയർപ്പിക്ക്, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. സഭയുടെ നിലനിൽപ്പ്, വിശ്വാസികളുടെ ഐക്യം, അതെല്ലാം സാധ്യമാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യവും അതുപോലെ തിരുസഭയും അഭേദ്യമായ ബന്ധമുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാനയുമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും അഭേദ്യമായ ബന്ധമുണ്ട്. സിയന്നയിലെ വിശുദ്ധ ബർണഡായി ഈ വിശുദ്ധ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞത്, പരിശുദ്ധ കന്യകാമറിയമേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിന്റെ മഹത്വം ഇടിച്ചു കാണിക്കുകയല്ല, പക്ഷേ പുരോഹിതന്റെ മഹത്വം നിന്റെ മഹത്വത്തിനും ഉപരിയാണ്. പുരോഹിതന്റെ മഹത്വം നിന്റെ മഹത്വത്തിനും ഉപരിയാണ്. അതാണ് ജോൺ മരിയ വിയാനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മാലാഖയെയും ഒരു പുരോഹിതനെയും ഒരേ സമയം ഞാൻ കണ്ടാൽ ആദ്യം ഞാൻ പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തും, എന്നിട്ടാണ് മാലാഖയുടെ മുമ്പിലേക്ക് ഞാൻ പോവുക എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബർണഡായൻ ഇപ്രകാരം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? വിശുദ്ധ ബർണഡായൻ പറഞ്ഞത്, മറിയമേ, നിനക്കോ മാലാഖമാർക്കോ പാപം മോചിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു വൈദികന് അത് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വൈദികന്റെ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വൈദികരുടെ ഗുണമേന്മ കുറഞ്ഞതുകൊണ്ടാകാം ഇന്ന് വൈദികരോടുള്ള ബഹുമാനം വിശ്വാസ സമൂഹത്തിന് വളരെയേറെ കുറഞ്ഞിരിക്കാൻ കാരണം. പരിഹാരം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പഠിക്കുക, വിശുദ്ധ കുർബാനയെ നമ്മൾ പ്രണയിക്കുക. ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. സഭയെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാമത്തെ വചനം. സഭയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് തിരുസഭ. ഈ തിരുസഭയിലെ അജപാലകരായി കർത്താവ് നിയോഗിച്ചിരിക്കുന്നവരാണ് പുരോഹിതർ. സഭയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും പഠിക്കാൻ നമുക്ക് വേറെ എന്ത് വേണം? പറയുണ്ട്, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ബോധ്യപ്പെട്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ പ്രണയിക്കുവാൻ, അതുപോലെ തന്നെ സഭയെ സ്നേഹിക്കുവാൻ, പുരോഹിതരെ ആദരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ ജീവിതം നേർവഴിയിൽ നയിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങൾ വെച്ച് നെഞ്ചുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലത്തീൻ റീത്തിലെ കുർബാനയുടെ പ്രാർത്ഥന പരിശോധിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും അരുളണമേ. തിരുസഭയ്ക്ക്. അപ്പം ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുസഭയോട് ചേർന്ന് നിൽക്കണം, സഭയെ സ്നേഹിക്കണം, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം. അങ്ങനെയുള്ളവരിലേക്ക് ഈ സമാധാനം, ശാന്തി, സൗഖ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴുകി വരും എന്നുള്ളത് കർത്താവിൻ്റെ ഒരു വചന സന്ദേശമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതെല്ലാം ഒന്ന് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട്
ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.